ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സനോജ്, ഏതായാലും രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആശ്വാസമായി ഹൈക്കോടതിയിൽ നിന്ന് ഒരു വാർത്ത വന്നത് 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ല. പക്ഷേ ഈ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ അറസ്റ്റിന് വിലക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാളത്തിൽ തന്നെ കോൺഗ്രസുകാരുടെ സംരക്ഷണത്തിൽ തന്നെ കഴിയാൻ വരും. വലിയ തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, കോൺഗ്രസുകാർക്കാകെ. നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമുള്ള തിരിച്ചടിയല്ല, രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള കനത്ത തിരിച്ചടിയാണ്. രാവിലെ മുതൽ കുറച്ചാളുകൾ വലിയ ആഘോഷത്തിലായിരുന്നു. രാഹുലിന് വലിയ ആശ്വാസം കിട്ടിയെന്നും. എന്തൊരാശ്വാസമാണ്! എങ്ങനെയാണ് അങ്ങനെയെല്ലാം പറയാൻ തോന്നുന്നത്? അപ്പൊ ഒരു കേസ് മാത്രമല്ലല്ലോ, ഇപ്പൊ നിരവധി കേസുകൾ വരാൻ വേണ്ടി പോവുകയാണ്. രാവിലെ ഇപ്പം ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അപ്പോഴേ പറഞ്ഞിരുന്നു, ഒരു കേസല്ല, രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കേസുകൾ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിരവധി കേസുകളിൽപ്പെട്ട് ഒരു കോൺഗ്രസിന്റെ MLA നാട് വിട്ടിരിക്കുന്നു, ഒളിവിൽ പാർക്കുന്നു. ഇത് നാണക്കേടാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടി ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഇപ്പോ ഒന്നാമത്തെ ഘട്ടത്തിൽ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല എന്ന് നില വന്നപ്പോൾ മാത്രമാണ് പുറത്താക്കിയത്. അതിന്റെ സമയം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. KPCCയുടെ പത്രക്കുറിപ്പ് വരുന്നതും ആ ജാമ്യാപേക്ഷ തള്ളിയതും തമ്മിലുള്ള സമയത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ്. ഇതിൽ പരം ഒരു നാണക്കേട് വേറെ ഉണ്ടോ? എന്നിട്ട് അത് ആഘോഷിക്കില്ല ചെയ്തത്. കോൺഗ്രസ് മാതൃകാപരമായ പാർട്ടി എന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും പുറത്താക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. MLA ആയിട്ടും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളായിട്ടും ഈ ഇലക്ഷൻ പ്രചരണത്തിൽ ഉൾപ്പെടെ വീണ്ടും സജീവമാവുന്ന ഒരാളായിട്ട് ഇയാൾ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ പരമാവധി കാര്യങ്ങൾ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്.